ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഫാൻ വ്ലോഗ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും. ഇപ്പോൾ സമയം 4:45 കഴിഞ്ഞു. അപ്പം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ റമദാൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പം ഇന്ന് മുതൽ നോമ്പ് തുടങ്ങിയല്ലോ. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അത്താഴത്തിന് നീച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഫ്രഷ് ആവുകയൊക്കെ ചെയ്തു, പക്ഷെ ഓർക്കശി നിൽക്കുന്നുണ്ട്. ഈ സമയത്തൊന്നും നമ്മൾ നീക്കാറില്ലല്ലോ. അപ്പം നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഫുഡിന് ദോശ, മീൻകറി, പിന്നെ ഞാൻ മറ്റു മീൻ പൊരിച്ച് മീൻകറി അതൊക്കെയാണ്. അപ്പം വേറെ സ്പെഷ്യല് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇന്ന് ഇപ്പോൾ കഴിക്കാൻ. റഫാൻ എണീച്ച് വന്നിട്ടുള്ളൂ, ഇപ്പോൾ എണീച്ചിട്ടുള്ളൂ. എനിക്ക് എണീച്ചാൽ കുറച്ച് വെള്ളം ആദ്യം തന്നെ കുടിക്കണം. റഫാൻ അവിടെ മീൻകറി പറ്റൂല പറഞ്ഞിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള കിട്ടിക്കൊള്ളു. ഇത് എനിക്ക് ദോശ ഇഷ്ടമല്ല, നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പം ഇതിലിപ്പോൾ എത്ര ദോശ? 1, 2, 3 ദോശ ഉള്ളൂ. ഞാൻ അങ്ങനെ വിശക്കുള്ളൂ. പക്ഷെ ദാഹം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ ദാഹം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു 5:24 ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കണം. ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ഫുഡ് കഴിച്ച് തീർക്കണം. ഫുഡ് കഴിക്കട്ടെ ഫ്രണ്ട്സ്. നല്ല പോലെ ഫുഡൊക്കെ കഴിച്ചു. ഇനി ബാങ്ക് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഫ്രണ്ട്സ്, അത്താഴം കഴിഞ്ഞു. ഇപ്പോൾ രാവിലെ ആയി, ഒരു 11 മണി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് നീച്ചത്. അപ്പോൾ കരക്ക് കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് ഞാൻ ഇപ്പോഴാണ് നീച്ചത്. ഇപ്പോൾ ഞങ്ങൾ മില്ലിൽ പോവാണ്. എല്ലാ പണിയും കഴിഞ്ഞു. ഉമ്മാൻ്റെ കുളി വരെ കഴിഞ്ഞു. എൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല. ഇനി മില്ലിൽ പോയി വന്നിട്ട് വേണം കുളിക്കാൻ. 11 മണിയായിട്ടുള്ളൂ. നല്ല വെയിലാണ് പുറത്ത്. അപ്പം ഇനി മില്ലിൽ പോട്ടെ. എനിക്ക് തീരെ ഇഷ്ടമല്ല ഇങ്ങനെ പോകണം. അത് നടന്നിട്ടാ പോണ്. ഉമ്മാൻ്റെ കണ്ണുമ്മ വെള്ളപ്പൊടി. ഞാൻ ഇട്ടിക്കണ പാൻറ് കണ്ടിക്കണം. ഞാൻ വീട്ടിലിട്ടെടുക്കണ പാൻറ്റും ഈ ഡ്രസ്സൊക്കെ കംഫോർട്ടേ അല്ല. ഇത് ഇവിടെ കഴുത്തിൽ ആരെ പിടിച്ച പോലെ ഉണ്ട്. ഇത് കുടുങ്ങിയിട്ട് എൻ്റെ അമ്മക്ക് പിന്നെ അങ്ങനത്തെ ഒക്കെ പറ്റുള്ളൂ. ഞാൻ ഇല്ലമ്മ ആവൂല. വെയിലത്ത് പോണു. വരുമ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് വരിക. അപ്പോൾ പിന്നെ ഇന്നെന്തിനാ കൊണ്ടുവരണമെന്ന് ഞാൻ ചോദിക്കും. എന്താ അടിപൊളി വെയിലാണ്. ഫസ്റ്റ് ഞാൻ ഇല്ല, എന്ത് നോക്ക്, ഞാൻ ഇല്ല, വെയിലാണ്. ഫ്രണ്ട്സ്, മില്ലിലൊക്കെ പോയി വന്ന് കുറേ നേരമായി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 2:15 എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉമ്മ ഇവിടെ നോമ്പിൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉമ്മ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. ഇനി ഞാൻ അങ്ങോട്ട് തടിയൊക്കെ കുറഞ്ഞ് പറ്റയാവും. അതാ നല്ലത്. ഈ തടിച്ചിട്ട് മറ്റേ അവിടെ കേട്ടോ ഡബിൾ ചിഹ്നം വന്നിട്ട്. ആദ്യത്തെ നോമ്പായിട്ട് എന്താ പറയാനുള്ളത്? എന്താ ഇന്നത്തെ സ്പെഷ്യൽ? പത്തിരി, പിന്നെ ചിക്കൻ കറി, പിന്നെ എന്താ മോമോസ്, പിന്നെ സമൂസ പൊരിച്ച കടി ഉണ്ടാക്കരുത്. അതാണ് ഫാദറിൻ്റെ മേലെ നിന്നുള്ള ഉത്തരവ്. പിന്നെ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ മധുരമൊന്നും ഇടരുത്. മധുരം ഇടാതെ. ഇപ്പം മോമോസ് ഉണ്ടാക്കുന്നുണ്ട്, പത്തിരി, പിന്നെ ചിക്കൻ കറി, പിന്നെ എന്തായിരുന്നു, പിന്നെ വേറെ ഒന്നുമില്ല. ഫ്രൂട്ട്സ്, ജ്യൂസ്. എന്ത് ജ്യൂസ്? മാംഗോ ജ്യൂസ്. ഞാൻ ഇപ്പം തന്നെ ഈ വെള്ളം എടുത്ത് കുടിച്ചിരുന്നു. ഞാൻ ഓർമ്മയില്ലാതെ ഭയങ്കര ദാഹല്ലേ. അപ്പോൾ ഓർമ്മയില്ലാതെ പോയിട്ട് കപ്പിൻ്റെ അടുത്ത് കൂടി പോയി നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ പത്തിരിക്കുള്ള പൊടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതന്നെയല്ലേ നാളെ അത്താഴത്തിനുണ്ടാവാഞ്ഞ്? ചോറ് മതി. ഓട്സ് ഉണ്ടോ അവിടെ? ചോറ്, ഓട്സ് ഇതൊക്കെ കുടിക്കുമ്പോൾ വിശപ്പ് ഉണ്ടാവാറില്ല. ഇതുവരെ നല്ല വിശപ്പായിരുന്നു. ഇപ്പം ന്യൂട്രലായിട്ട് നിൽക്കണം. എന്ന് വെച്ചാൽ വിശപ്പുണ്ടോ വെച്ചുണ്ട്, ദാഹം ഉണ്ടോ ചോദിച്ചുണ്ട്, നെല്ല് വെച്ചില്ല, ആ ഒരു അവസ്ഥ. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച ഒന്നാമത്തെ നോമ്പാകുമ്പോൾ ക്ഷീണം ഉണ്ടാവുമെന്ന്. ക്ഷീണമൊന്നുമില്ലേ? എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാം അത്താഴത്തിന്. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവില്ല. രാത്രിക്കത്തെ
അപ്പം ഉമ്മ ഇവിടെ നോമ്പ് പണിയിലാണ്. ടൈം ടേബിൾ വന്ന് അതിൻ്റെ ഇടയിൽ മാർച്ച് 6-ന് എക്സാം തുടങ്ങും. അപ്പോൾ ഫസ്റ്റത്തെ എക്സാം ലാംഗ്വേജും ഐശ്വര്യമായിട്ട് തന്നെ സിമ്പിളായിട്ടുള്ള എക്സാം വെച്ചിരിക്കുന്നത് ലാംഗ്വേജും ഹിന്ദിയും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ എക്സാം എന്ന് പറയുന്നത് മലയാളം സെക്കൻഡും ഇംഗ്ലീഷും. ഈ രണ്ടെണ്ണത്തിനുള്ളൂ 2 എക്സാം വന്നിട്ടുള്ളത്. ഈ രണ്ടും നമുക്ക് ഓക്കെയാണ് ഈ 2 ദിവസത്തെയും. പിന്നെ ഓരോന്ന് പിന്നെ പുറകെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു ഇന്ന് ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പം മാർച്ച് 6 മുതൽ മാർച്ച് 27 വരെയാണ് ഉള്ളത് ഗോയ്സ്. മാർച്ച് 6 പാവും. ഇന്ന് 19-ാം തീയതി ആയി. ഇപ്പോൾ മാർച്ച് 6 ഇനി പഠിക്കാനൊക്കെ ഉണ്ട്. ബുക്ക് ക്ഷീണിച്ചിട്ട് വർത്താനം പറയാനും ഫോണൊന്നും പിടിക്കാൻ വയ്യ. ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ എന്തൊക്കെ ഇട്ടത് പറഞ്ഞോളൂ പറയൂ. പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് പട്ടിയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ടിയും ഏലക്കായും പിന്നെ അതിട്ടിട്ട് അതിലോട്ട് ഇപ്പം നമ്മൾ ഉള്ളിയാണ് ഇടുന്നത്. ഞാൻ ഇവിടുത്തെ ലൈറ്റ് ഇടട്ടെ അല്ലെങ്കിൽ അവിടെ ഇരുട്ടാവും. അപ്പം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അമ്മ ഉള്ളി ഇടാണ്. ഉള്ളി ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് വരട്ടിയെടുക്കാമല്ലമ്മ. പിന്നെ ഇതിലോട്ടുള്ള പട്ടാച്ചോയും എല്ലാതും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ മോമോസ് ഉണ്ടാക്കാനുള്ള ചിക്കൻ അവിടെ വേറെ ഉണ്ട്. കറിക്കുള്ള ചിക്കൻ അവിടെ വേറെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കുറേ തകർപ്പ പണിയിലാണ്. അപ്പം ഇതിലോട്ട് എന്തിട്ട് അപ്പം അതിലോട്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ തകർപ്പ പണിയിലാണ്. എനിക്ക് എന്താ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല. കൈകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇടാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇപ്പുറത്തെ ഇത് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ പത്തിരിക്കുള്ള മാവ് കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടാണ് കുഴക്കണമെന്നൊക്കെ അറിയില്ല. അത് കുഴക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ നല്ല തകർപ്പാൻ പണികളാണ് ഇവിടെ. റഫാൻ സ്കൂളിൽ പോയിക്കാണ്. അപ്പം എനിക്ക് 10th മോഡൽ എക്സാം ആയതുകൊണ്ട് എനിക്ക് ക്ലാസ്സില്ലാത്തത്. റഫാൻ ക്ലാസ്സിന് പോയിക്കാണ്. എനിക്ക് നോമ്പുണ്ട്. നോമ്പെടുത്തിട്ടാണ് ക്ലാസ്സിന് പോയിക്കണത്. അപ്പോൾ ഫ്രണ്ട്സ് മോമോസ്ക്കുള്ള ചിക്കൻ വേവിക്കാൻ വെച്ചിരിക്കണ്. അതിലോട്ട് വേവൽ തുടങ്ങിയിരിക്കണ്. ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ച ചിക്കനാണ് ഞാൻ കാണിച്ചു തരാം. ഇരിക്കുന്നു ചിക്കൻ. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇതവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പത്തിരി പോയി റോളാക്കട്ടെ. ഞാൻ ഇവിടെ വട്ടുണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഞാൻ വട്ടുണ്ടാക്കട്ടെ ഫ്രണ്ട്സ്. പണികളൊക്കെ തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. റഫ സ്കൂളിൽ ഇട്ടെന്ന് പോലെ കിടന്നുറങ്ങണു. നേരെ വന്ന് കുളിച്ച് നിസ്കരിച്ച് കിടന്നുറങ്ങി. ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് നിസ്കരിച്ചു. പിന്നെ കടയിൽ പോയി കിച്ചണൊക്കെ ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ്. അതിനുള്ള സാധനങ്ങൾ ഇതാ കുനുക്കുനാന്ന് അരിഞ്ഞ ഒണിയൻസ്. പിന്നെ നമ്മുടെ അടുത്ത് ചോപ്പർ ഇല്ലാത്തതുകൊണ്ട് വലിയൊരു പ്രശ്നമാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ എന്തൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുരുമുളക് പൊടിക്കേണ്ട. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഉള്ളി ഉണ്ട്, കേബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട് മോമോസിനുള്ളത്. ഇതാ നമ്മൾ ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് പൊടിച്ച ചിക്കൻ ഇവിടെ നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളേ. പിന്നെ ചിക്കൻ കറി റെഡിയാണ്. തേങ്ങ അരച്ചിക്കണതിൽ തേങ്ങ അരച്ച ചിക്കൻ കറി. പത്തിരി ഇതാ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ബുക്കുകളാണ്, പഠിക്കാത്ത ബുക്കുകളാണ്. സോ ഇത് ടേബിളൊന്ന് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കട്ടെ കേട്ടോ ഗൈസ്. നമുക്ക് ടൈം അടുത്തുകൊണ്ടിരിക്കുകയാണ്. 5 മണി ആവാറായിട്ടുണ്ട്. 5 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പം 1.5 മണിക്കൂറുള്ളൂ. ഞാൻ ബുക്കുകളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. കാരണം നമുക്ക് ഇനിയിപ്പോൾ നോമ്പറക്കാൻ നേരത്തെ പണികൾ ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മോമോസ് ഉണ്ടാക്കുക, ക്ലീൻ ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. മോമോസ് ഉണ്ടാക്കാനല്ലേ ഉള്ളൂ അമ്മ. അതിനുള്ള ചട്നി ഉണ്ടാക്കുക, പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യുക. ഫ്രൂട്ട്സ് ഞാൻ മാംഗോയും പേരക്കയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കണം വിചാരിച്ചായിരുന്നില്ല. അപ്പം മാംഗോയും പേരക്കയും മിക്സ്ഡ് ആക്കിയിട്ട് ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോൾ പപ്പായ നല്ല പഴുത്ത് പിളുപ്പിളാന്ന് ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ പപ്പായ ആരും കഴിക്കില്ല, ഇവിടെ ഇഷ്ടമല്ല. അപ്പം എന്താ പറയുക, നമുക്ക് ക്യാരറ്റ് മോമോസിന് വാങ്ങണം. അപ്പോൾ കണ്ണൂർ കോക്ടെയിൽ ആക്കി വെച്ചിട്ട് അങ്ങനെ
ആക്കി കണ്ണൂർ കോക്ടെയിൽ. ഇപ്പം റഫാനാണെങ്കിൽ പൊരിഞ്ഞ ഉറക്കത്തിലാണ്. സ്കൂളിട്ട് വന്നേക്ക് കുളിച്ചു, നേരെ പൈപ്പിൻ്റെ ചോട്ടി പോയി കുളിച്ചു. പിന്നെ എന്താ പറയുക, നിസ്കരിച്ചു, കിടന്നുറങ്ങി. ഭയങ്കര ഉറക്കത്തിലാണ്. നിങ്ങൾക്ക് മോമോസ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഇതിൽ നോക്കൂ. റഫാൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് മോമോസ്. റഫാൻ്റെ മാത്രമല്ല, എനിക്കും നല്ല ഇഷ്ടമാണ് മോമോസ്. ഞങ്ങൾ ഫസ്റ്റ് കഴിച്ചത് സ്റ്റീംഡ് മോമോസ് ചെയ്യുന്നത്, അതത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ കഴിച്ച രണ്ടും ഫ്രൈഡ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റീംഡാണ്, ഞാൻ കാണിച്ചത്. നമുക്കിതിലേക്ക് എന്തിടണം? ഉള്ളി ഇട്ട് കൊടുക്കണം, പിന്നെ കേബേജ് ഇട്ട് കൊടുക്കണം, പിന്നെ ക്യാരറ്റ്. 3 ഉള്ളി, ഒരു കേബേജിൻ്റെ ഒരു ചെറിയ ഇല്ലേ, ഒരു കേബേജിൻ്റെ ഒരു ചെറിയൊരു പാർട്ട്, പിന്നെ 2 ക്യാരറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചിക്കൻ കുട്ടാപ്പിയെ ആഡ് ചെയ്യാം. ചിക്കന് ശരിക്കും ആ മോമോസിൻ്റെ ഉള്ളിലുള്ള അതുപോലെ ആയിക്കണല്ലേ. മാവ് കുറച്ചോളൂ, നമുക്ക് നാളെ എടുക്കാം, ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇതിലോട്ട് പൗഡറുകൾ ആഡ് ചെയ്യാം. ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഉപ്പ് നല്ല ഉണ്ടാവും. ഡാർക്ക് സോയാ സോസാണത്, സോയാ സോസാണ്. 1 സ്പൂൺ വേണം. പല പല സോയാ സോസുകളും ഉണ്ട്. ഇത് നല്ല ഉപ്പുണ്ടാവും, ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ട്. പിന്നെ അതിലോട്ട് എന്താ പറയുക, ഇതിലാണ് മല്ലിയിലയാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഇല ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വ്ളോഗ് എന്നത്തെക്കാട്ടിയും കുറച്ച് ലെങ്ത് ആവൂലേ, കുറേ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കനിൽ ഉപ്പുണ്ട്, സോയാ സോസിൽ ഉപ്പുണ്ട്, നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാം. മാവിൽ ഉപ്പുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഡോ ഉണ്ടാക്കാൻ എളുപ്പമാണ്. കുറച്ച് മൈദയിലോട്ട് കുറച്ച് ചൂടുവെള്ളം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഓയിൽ അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യുക. പിന്നെ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ വെളുത്തുള്ളി ഇടുന്നില്ലല്ലോ, സോസിലല്ലേ വെളുത്തുള്ളി ഇടുന്നത്? എനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ടില്ല. ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നതാണ് മുളക് പൊടി. മതി എത്ര മതി, എല്ലാവരും മുളക് പൊടിയാണ്. വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യാം. ബാക്കി ഞാൻ പിന്നെ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. മോമോസിനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവിക്കാൻ. ഇനി ഇതൊരു 7 മിനിറ്റ് ഇരുന്ന് വേവട്ടെ. ഉള്ളി ഇതേവിടെ വെച്ചിട്ടുണ്ട്. മോമോസിലോട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഷേപ്പൊന്നും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ, ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഫ്രണ്ട്സ്, എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എല്ലാതും പത്തിരി, ചിക്കൻ കറി എല്ലാം വെച്ചിട്ട്, പത്തിരി, ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, പിന്നെ മോമോസ്, ചട്നി എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ പത്തിരി ഫ്രൂട്ട്സ് ആയിട്ട് എന്താ പറയുക, മാംഗോ, ഗോവ, ഗ്രേപ്സ്, ഡേറ്റ്സ്, പിന്നെ നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ, പിന്നെ വാട്ടർമെലോൺ, പിന്നെ മോമോസിൻ്റെ ചട്നിയും മോമോസും ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ആദ്യത്തെ നോമ്പുതുറയുടെ സ്പെഷ്യലാണ്. പത്തിരിയുടെ ചിക്കൻ കറി വരാനുണ്ട്, അതിപ്പോൾ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനതിവിടെ വെച്ചിട്ടില്ല. ഇതാണ് സ്പെഷ്യൽ ഐറ്റംസ് ഇന്നത്തെ. ഫ്രണ്ട്സ്, ബാങ്ക് കൊടുക്കാൻ ടൈമായി. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. മമ്മ ഉണ്ട് കേട്ടോ കൂടെ നോമ്പെടുക്കാൻ. അപ്പോൾ റഫാനിതാ ക്ഷീണിച്ചിരിക്കുക. അമ്മ അത് ഗ്ലാസ് കൊച്ചായോ കോക്ടെയിൽ? അതൊന്ന് മിക്സ് ആക്കണം. ഞാൻ കാപ്പിലിട്ട്. അപ്പം അതാ ഈത്തപ്പഴം എവിടെ എൻ്റെ കയ്യിൽ? അമ്മ ഇതോടെ ആശനോ? അപ്പം ഈത്തപ്പഴം, അപ്പം ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇതമ്മ ഇതെന്തത് തുണിയാ? ബിസ്മിയുടെ ബാങ്ക് കൊടുത്ത് ഇനി തുണി നോക്കിയിരിക്കുക. അത് ചോരണ കുപ്പിയായിരുന്നു. റാഹത്തായി. എൻ്റെ അമ്മമ്മ കട്ടൻ ചായയാണ് വെള്ളത്തിന് പകരം കുറിച്ച്. കോക്ടെയിൽ നല്ല ടേസ്റ്റ് ഉണ്ട്.
അഫാനൊക്കെ ആ അല്ല അത് എരിവുപ്പ് ചമ്മന്തി ചിക്കനൊക്കെ അല്ല പിന്നെ ഞങ്ങൾക്ക് അളവ് തിന്നാൻ മതിയാ അങ്ങനെ ഒന്നാമത്തെ നോമ്പ് റാഹത്തായി. ഞാൻ വാട്ടർ മെലോൻ്റെ ആളാണ്. ആ കുപ്പി അയിമക്ക് വെച്ചോ? മജിക്ക് ചമ്മന്തി നിങ്ങളവിടെ വെച്ച് എനിക്ക് കഴിയത്തോ? ഞാൻ ഉണ്ടാക്കിയൊരു പൂവാട് ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഉണ്ടാക്കിയൊരു അടിപൊളി ഷേപ്പ്. നമ്മുടെ ചട്നി എടുക്കുക. ചട്നി കുറച്ച് ലൂസാണ്, കുറച്ച് ലൂസിലാണ് ഉണ്ടാക്കിയത്. അത് വേറെ ഞാൻ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ. നിങ്ങൾ അരച്ചിട്ട് എന്താ കാട്ടിങ്ങോ? അതാണ് ശരിക്കും ടേസ്റ്റ്. എല്ലാരും അറിഞ്ഞു. അവര് വിളിക്കാൻ ഇഷ്ടമായി. എനിക്ക് എന്താണാവോ മുഹമ്മദിന്റെ ആളാലോ. അത് താജ് കടയിൽ നിന്ന് വാങ്ങുമ്പോ നമുക്ക് ക്യാരറ്റ് ഉള്ളിയൊന്നും കിട്ടൂല. നമ്മള് കിട്ടുന്നു. ആള് പോലും അത് നിന്റെ കുപ്പയാണ്. ചങ്ങായി നല്ല മധുരണ്ട് പറഞ്ഞ് പറ്റിച്ചു. ഞങ്ങളുടെ സീസൺ അല്ല. പത്ത് പാട്ടും എപ്പോഴല്ലേ അടിപൊളി. ഞങ്ങള് ഇതൊക്കെ തിന്നട്ടെ. മീന് അച്ചോളം പോലെ അവിടെ വെച്ചിട്ടുണ്ടാവും. ഇത് നല്ല പഴുത്ത മാങ്ങല്ലേ അതായിരുന്നു. ഒരു കുട്ടി ഒരു കുട്ടന്മാര് വെള്ളം കുടിച്ചാൽ പിന്നെ ചായ വരും. കുടിച്ചിട്ട് പാവാണ് കടത്ത് ഇങ്ങനെ പോകും. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് പത്തിന് ചിക്കൻ കറി. ഇപ്പത്തന്നെ ഞാൻ നമുക്ക് ഒക്കെ തുറന്ന് കഴിഞ്ഞു. നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ പഠിക്കുകയാണ്. സോ ഫസ്റ്റ് എക്സാം അറബിക്കായതുകൊണ്ട് ഞാൻ അറബി എടുത്ത് പഠിക്കുകയാണ്. നാളെ ട്യൂഷനിൽ ഞാൻ ക്രിസ്മസ് എക്സാമിൻ്റെ കഴിഞ്ഞിട്ടുള്ള യൂണിറ്റുകളാണ് പഠിക്കുന്നത്. അതിൻ്റെ മുന്നുള്ള യൂണിറ്റൊക്കെ ജസ്റ്റ് നോക്കിയാൽ മതി. നമ്മൾ വരെ പഠിച്ചതായതുകൊണ്ട് ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ അതിൻ്റെ മുന്നുള്ളത് നോക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ അതിൻ്റെ ശേഷം ക്രിസ്മസ് എക്സാമിൻ്റെ ശേഷമുള്ളതാണ് പഠിക്കാൻ നിൽക്കുന്നത്. പിന്നെ നാളെ ട്യൂഷനിൽ പിന്നെ ഹിന്ദി 2 യൂണിറ്റ് ലാസ്റ്റത്തെ 2 ചാപ്റ്റർ പഠിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് ലെവലാക്കിയിട്ട് വേണം അതുമ്മക്ക് പോവാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇനി ഫുഡ് അടി ഉണ്ടാവുക. അപ്പം ആ ഫുഡ് കഴിക്കണ ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ വീഡിയോ കുറേ ലോങ് ആയിട്ടുണ്ട്. പിന്നെ അതുമല്ല
അതിപ്പോൾ തന്നെ എന്തായാലും ഞാൻ കഴിക്കൂല. അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ വീഡിയോ ഇടാനുള്ള ഒരു 9 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ ഇടണം. അപ്പം പിന്നെ എന്തായാലും ഞാൻ പഠിപ്പൊക്കെ കഴിഞ്ഞ ഒരു 10 മണിക്ക് 10:30 ആകുമ്പോഴാണ് മിക്കവാറും കഴിക്കണ്ടാവുക. കാരണം വിശന്ന് ഞാനിട്ട് പുളജിത്തിലായി ഇരിക്കുന്ന ടൈമല്ലല്ലോ. അപ്പോൾ ഞാൻ നോമ്പൊക്കെ തുറന്നതിൻ്റെ വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തന്നെ എന്തായാലും ഞാനത് കഴിക്കൂല. അപ്പം ഞാനത് കാണിച്ചു തരാം എന്താണ് ഉള്ളത്. തേങ്ങ അരച്ച ചിക്കൻ കറി ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല മണമുണ്ട്, തുറന്നപ്പോൾ തന്നെ നല്ല മണമുണ്ട് കേട്ടോ ചിക്കൻ കറി. അടിപൊളി ചിക്കൻ കറി ഉണ്ട് ഇവിടെ. പിന്നെ നല്ല പത്തിരിയും ഉണ്ട് ഗൈസ്. ഇന്ന് ഉമ്മാൻ്റെ പത്തിരി ഒന്ന് പാളിയിട്ടുണ്ട്. എന്നുണ്ടാക്കണ പോലെ സോഫ്റ്റ് പത്തിരി അല്ല ഇന്ന് ഉണ്ടാക്കിയത്. ഇതാ പത്തിരി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ചായക്ക് കഴിക്കാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ ബൈ, താങ്ക് ഫോർ വാച്ചിങ്.